മാർച്ച് 4-ന് കേരളത്തിൻ്റെ ഭരണശിലാകേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുകയാണ്. അതിജീവനത്തിൻ്റെ പോരാട്ടമാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഈ മേഖലയിലെ ജീവനക്കാർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിജീവന പോരാട്ടം. നേഴ്സുമാർക്ക് 40,000 രൂപ അടിസ്ഥാന ശമ്പളം നൽകണമെന്ന് മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട്, മറ്റിതര ജീവനക്കാർക്ക് ആനുപാതികമായിട്ടുള്ള വർധനവ് നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട്, അധ്യാപക വിഭാഗത്തിന് UGC സ്കെയിൽ നടപ്പിലാക്കണമെന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് മാർച്ച് 4-ാം തീയതി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക്. ഒന്നാലോചിക്കുക, കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾക്ക് അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇത്രയേറെ വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം ശമ്പളം കൊടുക്കുന്നതിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും അവർ അത് നൽകാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്ന കാരണം ഗവൺമെൻറ് നിയമം ഇറക്കിയിട്ടില്ല. ഗവൺമെൻറ് നിയമം ഇറക്കിയാൽ ഞങ്ങൾ നൽകും. ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ നിയമം ഇറക്കാൻ തയ്യാറാകുന്നുമില്ല. തൊഴിൽ വകുപ്പിൻ്റെ നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്ന സാഹചര്യം. അവിടെ പോരാട്ടം തന്നെയാണ്, ശക്തമായ പോരാട്ടം. അവഗണിക്കപ്പെടുന്ന ഈ വിഭാഗത്തെ ഈ സർക്കാർ അല്ലെങ്കിൽ അധികാര സമൂഹം കാണുന്നില്ല എങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് കണ്ണു തുറന്ന് കാണാം. 50,000-ത്തിലധികം വരുന്ന ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒഴുകിയെത്തും. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി. 3 വർഷം മിനിമം കാലാവധിയും 5 വർഷം പരമാവധി കാലാവധിയുമുള്ള ഒരു ശമ്പള പരിഷ്കരണം കഴിഞ്ഞിട്ട് 2018 വന്നതിന് ശേഷം 2026 ഇതുവരെ 8 വർഷക്കാലം ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. 2023-22 മുതൽ പഠനം നടത്തുന്ന ഈ സർക്കാരിൻ്റെ അധികാര വിഭാഗം ഇതുവരെ ഒരു പഠന റിപ്പോർട്ട് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചർച്ചകൾ ചെയ്ത് കോംപ്രമൈസ് ചെയ്തു പോകുന്ന സാഹചര്യം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി നടത്താൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും ഈ പ്രസ്ഥാനം എതിർക്കുക തന്നെ ചെയ്യും. സാധാരണക്കാരായിട്ടുള്ള ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് മാത്രമല്ല, ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ വേണം. ജോലി ചെയ്ത വേതനമാണ് ചോദിക്കുന്നത്. ആ വേതനം ലഭിക്കുക തന്നെ വേണം. അതർഹതപ്പെട്ടതാണ്. അതർഹതപ്പെട്ട ആ വേതനം ലഭിക്കാതിരുന്നാൽ പോരാട്ടത്തിലൂടെ തന്നെ അത് എടുത്തിരിക്കും. ജയ് ജയ്.